Good morning to all. Sorry, good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Start here, Namga. Let's start today's class with our prayer for today and signing. Good afternoon, ma'am. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു, മാം. Okay, and then സൈനിങ് ആണ് മാം. okay. കേൾക്കാവോ? Yeah, കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ ഇന്നുയിരിൻ കൊമ്പിലെ പുണ്യല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ ഇന്നുയിരിൻ കൊമ്പിലെ പുണ്യല്ലേ. മാറിൽ നീയാ ചായും നേരം ആനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോമളാവേ. ചന്ദന തെന്നലിൽ ചാമരം വീശി വന്നോരോരാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നേ ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കിന്നു മുറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകില നീ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണി ഇമ്മിഴി തന്നിലെ കൃഷ്ണമണി. പിച്ച പിച്ച വയ്ക്കും കൺമണി ഇമ്മിഴി തന്നിലെ കൃഷ്ണമണി. ട്രെയിനിങ് ബൈ ബിന്ദുജ. താങ്ക് യു മാം. Okay. What next? കഴിഞ്ഞോ? Prayer and signing കഴിഞ്ഞു. കരുത്തരില്ല. തോട്ടാരാണ്? തോട്ട് ഓഫ് ദ ഡേ. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാനല്ലായിരുന്നു ടൈം, ആരും ഇല്ല എന്നോട് പറഞ്ഞതാ. Okay, very good. Okay, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. മാമിന് എന്തോ? മാമിന് സുഖമാണ്. പിന്നെ നല്ല വിശേഷം, മിസ്. നല്ല വിശേഷം. Okay,
ലഞ്ച് കഴിച്ചു എല്ലാവരും? ലഞ്ച് കഴിച്ചു. ഡാൻസ് തകർത്തുട്ടോ മിസ് ക്രിസ്മസിന്റെ. ഓ ഞാനൊക്കെ അത് സ്റ്റെപ്പ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഓ തോന്നിയോ? എന്നാലും അതൊന്നും ആരും അധികം ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്ന് പെട്ടെന്നല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ ഡാൻസ് അല്ലാതെ അങ്ങനെയാണ്. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. അതിരാ മിസ്സും അശ്വതി മിസ്സും നമുക്കൊരു വീണ്ടും വീണ്ടും കാണാൻ തോന്നും. അതെ, ഞാൻ തെറ്റിക്കുന്നതുകൊണ്ട് വീണ്ടും കാണാൻ തോന്നും. ഓ ഞാൻ സ്റ്റെപ്പ് തെറ്റിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ തോന്നും അല്ലേ? അങ്ങനെയല്ല, നന്നായിട്ടുണ്ട് രണ്ടുപേരും കളിക്കുന്നത്. മിസ് ഇടയ്ക്കിടയ്ക്ക് ആതിരാ മിസ്സിനെ നോക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ പരസ്പരം നോക്കും തെറ്റിക്കുന്നുണ്ടോ. അതെ അതെ, രണ്ടുപേരും നല്ല രസമുണ്ട് അത് കാണുമ്പോ. എന്റർടൈൻമെന്റ് ആണ് ഫുള്ള്. ഡാൻസ് കാണാമെന്ന് പ്രതീക്ഷിച്ച് വരണം കേട്ടോ. ഡാൻസ് ഓക്കെ, അതിൽ കൂടുതൽ ചെട്ടിക്കുളങ്ങര അല്ലേ? വേറൊരു പാട്ടം കണ്ടില്ല അവർക്ക് ഇടാനായിട്ട്. എന്താ ചെയ്യാ, തെറ്റിയത് മാത്രം. അതിന് മുന്നുവരെയും നല്ലതായിട്ട് കളിച്ചായിരുന്നു എല്ലാവരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി കോൺവെക്കേഷൻ വരുമ്പോ ടീച്ചേഴ്സിന് ഡാൻസ് കാണാം, അവർ പെർഫെക്റ്റ് ആയിട്ട് കളിക്കും എന്നൊന്നും ആരും പ്രതീക്ഷിച്ച് വരണ്ട. കളിക്കും, പക്ഷെ ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് മിസ്. ഞങ്ങളുടെ കൂടെയും കളിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാരും പറഞ്ഞു അവിടെ സ്മാർട്ട് ശ്രീയിൽ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിശേഷങ്ങൾ അറിയാലോ. നിശ്ചയൊക്കെ ഉള്ളത് കൊണ്ടേ ഇപ്പൊ പറയാറുണ്ട് ടീച്ചേഴ്സിന്റെ കൂടെ ഒരു പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങളുടെ കൂടെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് വരുവായിരിക്കും. അവര് പേടി വേണ്ട. അതുകൊണ്ട് ഞാനെന്നല്ല എല്ലാവരും സ്റ്റെപ്പ് തെറ്റിക്കും. കാരണം സ്റ്റെപ്പ് തെറ്റിച്ചൊന്നും തോന്നിയിട്ടേ ഇല്ല കേട്ടോ. തോന്നിയില്ല, നല്ല ആക്ഷൻ ആയിട്ട് കളിക്കുന്നുണ്ട്. എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് അതാരും ശ്രദ്ധിക്കത്തില്ല. സ്റ്റെപ്പിലൊക്കെ എന്ത് കാര്യം മിസ്സേ? ഞങ്ങള് സ്റ്റെപ്പൊന്നും നോക്കുന്നില്ല. എക്സ്പ്രഷൻ കൊള്ളാം. ഞാൻ ചിരിച്ചത് എന്റെ സ്റ്റെപ്പ് തെറ്റിയിട്ടാണ്. നല്ല രസമുണ്ട്. ആ ചിരിയും കളിയും രണ്ടും കാണാനായിട്ട്. അതേപോലെ ആതിരാ മിസ്സും പെർഫെക്റ്റ് ആയിട്ട് രണ്ടുപേരും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപർണ മിസ്സും കളിക്കുന്നുണ്ട് ബാക്കില്. സൂപ്പറാണ്. ഇപ്പൊ പറയുകയാണെങ്കില് ക്ലിയർ ആയേ? കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ പറഞ്ഞു തരുന്നത് ഞങ്ങക്ക് പ്രാക്ടീസിന് ടൈം വളരെ കുറവാണ്. ഇനിയിപ്പോ ഈ വീക്കെൻഡ് ജനുവരി 10th കോൺവെക്കേഷൻ ഉണ്ട്, ഒരു ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്നത് ജനുവരി 24th ഉണ്ട്. അത്രയും ഉള്ളൂ. അത്രയും ആ ടൈം പീരീഡിലാണ് ഈ ക്ലാസ് എടുക്കണം, അതിനിടയിൽ സ്റ്റെപ്പ് കണ്ടെത്തണം, പാട്ട് ഫിക്സ് ചെയ്യണം, ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളാണ്. പാട്ട് എഡിറ്റ് ചെയ്യുന്നു, സ്റ്റെപ്പ് എടുക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, സ്റ്റേജിൽ കളിക്കുന്നു, ഇതെല്ലാം ഞങ്ങളാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സും എല്ലാം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് കളിച്ച് ഇപ്പൊ ഒരു വിഷയമല്ലാതെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവുന്നുണ്ട് അത്. കേൾക്കാമോ ആർക്കെങ്കിലും? ഇല്ല, കേൾക്കുന്നില്ല. ഒന്നും പറയുന്നുണ്ടോന്ന് അറിയാം. ഇവിടെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. പ്രാക്ടീസ് ഇല്ല, ഞങ്ങളുടെ ഏക ഒരു എക്സ്ക്യൂസ് അതാണ്. പ്രാക്ടീസ് ഇല്ല, ശരി കുറവാണ്. ഓക്കെ, അപ്പോ എല്ലാവരും എല്ലാം കാണുന്നുണ്ട്.
എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കമന്റ്സ് എല്ലാവരും കാണുന്നുണ്ട്. സന്തോഷം, വളരെയധികം സന്തോഷം. അല്ലാതെ എന്താ പറയാല്ലേ. ഓക്കെ, അപ്പോ പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചുമ്മാ ചോദിക്കണേ, ചുമ്മാ പറയാൻ ഒരു ആഗ്രഹം. എന്റെ ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നോ ക്രിസ്മസിന്? നല്ലതാണെന്ന് മാത്രം. അയ്യോ. നല്ലൊരു കളറാണത്. നല്ല ഡ്രസ്സാണ് രണ്ടുപേരുടെ. വീഡിയോയിലാണ് നല്ല കളറുണ്ട് അത്. അത് പറയാൻ മാം. അത് സ്പെഷ്യൽ എടുത്തതല്ലേ മിസ് ഡാൻസിന് വേണ്ടി? അല്ല, ക്രിസ്മസ് സിമ്പിൾ ബട്ട് ഹംബിൾ. ആ ഡ്രസ് ഞാൻ സ്റ്റിച്ച് ചെയ്താണ്. ഓ അത് ശരി. എങ്ങനെയുണ്ടോ എന്നറിയാൻ ചോദിച്ചത്. കോമ്പിനേഷൻ നല്ലതായിരുന്നു. മിസ് അടുത്താണോ പഠിച്ചത് സ്റ്റിച്ചിങ്, അല്ലെങ്കിൽ നേരത്തെ അറിയോ, ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഡ്രസ് എന്നൊക്കെ പറയാൻ ഭയങ്കര ക്രേസ് ആണ്. സ്റ്റിച്ചിങ് കുറച്ചുകൂടി ഇഷ്ടമാണ്. പുതിയ പുതിയ ഇങ്ങനെ ഐഡിയാസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാലോ, ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചിട്ടില്ല, യൂട്യൂബ് കണ്ട് പഠിച്ചു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. യൂട്യൂബില് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടുമോ മിസ്? ഞാനപ്പം ഇതൊന്നും ഭയങ്കര ആഗ്രഹം പഠിക്കണമെന്നേ. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. വെക്കേഷൻ ടൈമില് +2 കഴിഞ്ഞപ്പോ എന്തോ പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി. പിന്നെ ഡിഗ്രിക്കുള്ള പോവാനുള്ളൊരു ഇതായിരുന്നു. അപ്പം നമുക്ക് യൂട്യൂബ് കണ്ടാൽ ശരിക്കും പഠിക്കാൻ പറ്റുമോ? പഠിക്കാം, എന്നാലും കുറച്ചുകൂടെ ബേസിക് നമുക്ക് എന്തെങ്കിലും അറിയണം. എന്റെ അമ്മ ഞാൻ കൈ അടിക്കുമ്പോ തിരിഞ്ഞു പോണു മിസ്. അത് രണ്ടാമത് അഴിച്ചിട്ട് വീണ്ടും ചെയ്യുമ്പോ അതന്നെ അവസ്ഥ. അങ്ങനെ 10 എല്ലാവരും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഞാൻ എന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ, അതിന് പിന്നിൽ ഞാൻ എത്ര നേരം ഇരുന്നിട്ടാണെന്നറിയോ ഡ്രസ്സ് അങ്ങനെ ആയത്. ഇതുപോലെ തന്നെയാ, ചെയ്ത് വരുമ്പോ തിരിഞ്ഞു പോകും. ലാസ്റ്റ് ഒരു കണക്കിനാണ് ഞാൻ ചെയ്ത്. ഓക്കെ, എല്ലാവരും നല്ലതാന്ന് പറഞ്ഞപ്പോ അത്രയും നേരം നമ്മൾ എഫോർട്ട് എടുത്തത് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ സ്റ്റിച്ചെന്ന് പറഞ്ഞപ്പോ ഡ്രസ്സും കൊള്ളായിരുന്നു, ആ പരിപാടിയും കൊള്ളായിരുന്നു, എല്ലാവരുടെയും ഡാൻസ് നന്നായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ്സ് പറയണം. ഒന്നും മോശമില്ലായിരുന്നു മിസ്, ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് ഫോക്കസ് ചെയ്യുന്ന അശ്വതി മിസ്സിനെയും ആതിര മിസ്സിനെയാണ്, രണ്ടുപേരെ. അപ്പൊ കേൾക്കണ്ടത് ഓക്കെ. എന്നാലും ഞങ്ങളും തെറ്റിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല, അതാണ് സത്യം. ഞങ്ങൾ തെറ്റിക്കുന്ന ആരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാറുള്ളൂ. ഞങ്ങൾ തന്നെ പരസ്പരം നോക്കി ചിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നേരിട്ട് വരുമ്പോ കാണാം, കോൺവെക്കേഷൻ വരുമ്പോ കാണാലോ. അന്നത്തെ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ ഇതുപോലെ MTET-ന് കുറെയൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അതൊന്നും നടപടിയായില്ല. അത്യാവശ്യം നല്ല രീതിയിലൊന്നും കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതും എല്ലാവരും ഡാൻസ് ബോറാണെങ്കിലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ എനിക്ക് സ്റ്റെക്ക് ആവുന്നുണ്ടല്ലോ. ഓക്കെ മതി കുറെ സംസാരിച്ചു. നമുക്ക് ടെൻസിലേക്ക് പോവാം. ടെൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എവിടെയൊരു എടുത്തൊന്ന് പറഞ്ഞേ. നമുക്ക് വെർബിന്റെ ഫോം പറഞ്ഞോണ്ടിരിക്കായിരുന്നു, സിംഗുലറും പ്ലൂറലും. സിംഗുലർ പ്ലൂറൽ. ഓക്കെ, അതില് സബ്ജക്ട്സ് പഠിച്ചു, സിംഗുലർ സബ്ജക്ട്, പ്ലൂറൽ സബ്ജക്ട്സ്. അതുപോലെ തന്നെ വേർബില് സിംഗുലർ വേർബുണ്ട്, പ്ലൂറൽ വേർബുണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ. എങ്ങനെ ഇത് വെർബ് എങ്ങനെ സിംഗുലറൈസ് ചെയ്യാം അത് മനസ്സിലായല്ലോ. നൗൺ എന്ന് പറയുമ്പോൾ നമ്മള് SO ES ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആവാ ചെയ്യാം. പക്ഷെ വെർബിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. അത് മാറിപ്പോവരുത് കേട്ടോ, എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. മാറിപ്പോവരുത്. വെർബ് സിംഗുലർ ആവണമെങ്കിൽ SO ES ഒക്കെ ആഡ് ചെയ്യും. അത് ഓക്കെയാണ്. എന്നിട്ട് റൂൾ എഴുതാം. മെയിൻ റൂൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു, റൂള് പറഞ്ഞു. ഓക്കെയാണ്. അപ്പൊ എത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ചെയ്യാം. ഇനി നമുക്ക് സ്ട്രക്ചർ എഴുതാം കേട്ടോ. എഴുതിക്കോളൂ.
സബ്ജക്ട് പ്ലസ് V1. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തതിൽ S+V1 എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സ്ട്രക്ചറിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ. മിസ് അത് പറഞ്ഞു S+V1 സബ്ജക്ട് V1 = verb ഫസ്റ്റ് ഫോം. അത് പറഞ്ഞു. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾ അതൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഇനി മലയാളം പറയട്ടെ ഞാൻ. എല്ലാം മനസ്സിലായല്ലോ? സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹി, ഷീ, എവരിബഡി. പ്ലൂറൽ സബ്ജക്ട് I, you, we, they. ഇനി verb എങ്ങനെ സിംഗുലർ ആണ്, ഏതാണ് സിംഗുലർ വെർബ് അല്ലെങ്കിൽ പ്ലൂറൽ വെർബ് എന്നൊക്കെ അറിയാം. ക്ലിയർ. ഇനി ഞാൻ മലയാളം സെന്റൻസ് പറയും, അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പഠിച്ചത് മാത്രം, ഒരു വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യണ്ട, പുറത്തൊന്നും ഒന്നും ആഡ് ചെയ്യണ്ട. വെർബും സബ്ജക്റ്റും പിന്നെ ഒബ്ജക്റ്റും മാത്രമേ ഉള്ളൂ. വെർബ് എന്താണെന്നറിയാലോ? പ്രവൃത്തിയാണ്. സബ്ജക്റ്റ് അറിയാലോ? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവനാണ് സബ്ജക്റ്റ്. അതിനുശേഷം വരുന്ന ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് വരാം, പിന്നെ പ്രപ്പോസിഷൻസ് വരാം. ഓക്കെ, ഇപ്പൊ സിമ്പിൾ സെന്റൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം മലയാളം സെന്റൻസ് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഞാൻ പാട്ട് പാടുന്നു. ഞാൻ പാട്ട് പാടുന്നു. ട്രാൻസ്ലേഷൻ എഴുതിക്കോളൂ. എന്തായിരിക്കും വരാം? ഞാൻ പാട്ട് പാടുന്നു. അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഈ മൂന്ന് മാത്രമേ ഉള്ളൂ. സെന്റൻസ് പറഞ്ഞേ. I am singing. I sing the song. I sing the song. I sing a song. I sing a song. I am singing a song. I sing. Song. I am sing a song. I am Singing a song. പാടുന്നു. I sing I a am singing. എന്താണ്? I sing a song. പഠിച്ചത് വെച്ച് മാത്രം ഒന്ന് പറഞ്ഞേ. I am singing. Sorry. Yes. അല്ലേ മിസ്? അല്ല പാടുന്നു. I am sing a song അല്ലേ? ഓക്കെ, ഇതൊക്കെ പറയുന്നത് ഞാൻ പഠിപ്പിക്കാതൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് പഠിച്ചു? സബ്ജക്റ്റ് ആരാ? I I. വെർബ് sing sing. ഒബ്ജക്റ്റ് song. Song. അതാണ് സെന്റൻസ്. പറഞ്ഞേ. I sing a song. I sing a song. I sing a song. Okay, I sing a song. Auxiliaries ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു auxiliaries ആഡ് ചെയ്യാൻ. I sing a song. ഞാൻ പാട്ട് പാടുന്നു. അവൻ പാട്ട് പാടുന്നു. എഴുതൂ. അവൻ പാട്ട് പാടുന്നു. He sing a song. He sings a song. He sing a song. He sing a song. അല്ലേ മിസ്? പിന്നെ He sings വരൂലേ? എന്നോട് എന്ത് ചോദിക്കണം? He sings a song. ഞാൻ ആ റൂൾ എന്തിനാ പഠിപ്പിച്ചേ? ആ റൂൾ ബേസ് ചെയ്ത് വേണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഹി ആരാ? അവൻ സബ്ജക്ട്. അവൻ. സിംഗുലർ സബ്ജക്റ്റ് ആണ് ഹി. അതെ. വെർബ് എന്ത് വരണം? വെർബ് പ്ലൂറൽ ആണ്. ആണോ? പ്ലൂറൽ ആണ്. സിംഗുലർ ആവണ്ടേ? സിംഗുലർ വെർബ് തരണം. സിംഗുലർ വെർബ് വരണം. ഹി ആയതുകൊണ്ട് സിംഗ് ആണ് യൂസ് ചെയ്യണ്ടേ? സിങ്സ് ആണ്. മീനിങ്സിന് മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ പോലും വെർബിന് ചേഞ്ച് വരുന്നുണ്ട് അവിടെ. മീനിങ് സെയിമാ. അവൻ പാട്ട് പാടുന്നു, പക്ഷെ നമ്മൾ അവിടെ വെർബിന് വ്യത്യാസം വരും. സിംഗുലർ ആകും വെർബ്, പക്ഷെ മീനിങ് ഒന്ന് തന്നെയാ. അവൻ പാട്ട് പാടുന്നു. ഹി സിങ്സ് എ സോങ്. ഓക്കെ, ഐ സിംഗ് എ സോങ്. ഹി സിങ്സ് എ സോങ്. പഠിക്കണം കേട്ടോ, ഇത് പഠിച്ചേ പറ്റൂ. അതാണ് റൂള്. ഓക്കെ, കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ സെന്റൻസ് പറയുന്നു. നമുക്ക് നോക്കാം. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു.
അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നു. പറയൂ, എന്ത് വരും? He plays playing. cricket in a ground. He plays cricket in the playground. She playing cricket in ground. He plays He plays cricket in a ground. ടെക്സ്റ്റ് ചെയ്തേ. on the ground. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. He plays cricket where? In the ground or on the ground? ഈ രണ്ട് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടാ. ഹി പ്ലേസ് ആണ്, നോട്ട് പ്ലേയിങ്. എന്തിനാ ഇ ഫോം യൂസ് ചെയ്യുന്നേ? ഇ ഫോം ഒന്നുമില്ല. ഹി പ്ലേസ് ക്രിക്കറ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഞാനിവിടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചില വിചാരിക്കുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് വിചാരിക്കും. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരിക്കലും കണ്ടിന്യൂസ് പ്രോസസ് അല്ല ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സിമ്പിൾ പ്രസന്റ് ആണ്. സോ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ബ്രാക്കറ്റിൽ ചെയ്യുന്നു എന്ന് എഴുതാൻ പറയുന്നത്. ഓക്കെ, പോകുന്നു, ചെയ്യുന്നു, ചാടുന്നു, ഓടുന്നു എന്നൊക്കെ പറയുന്ന എല്ലാവരും സിമ്പിൾ പ്രസന്റ് ആയിട്ട് കണക്കാക്കാം. അതായത് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരിക്കലും അത് നമ്മൾ ചിന്തിക്കരുത്. എല്ലാ ടെൻസും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. അതുവരെ നിങ്ങൾ ഇപ്പൊ ഇത് തന്നെ ഫോളോ ചെയ്യും കേട്ടോ. ഹി പ്ലേസ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ഇൻ ദ ഗ്രൗണ്ട് യൂസ് ചെയ്യാം. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് അവർ 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 ഗിറ്റാർ വായിക്കാൻ പഠിക്കുന്നു. അവർ ഗിറ്റാർ വായിക്കാൻ പഠിക്കുന്നു. ടെക്സ്റ്റ് ചെയ്തോളൂ. മിസ് അവളല്ലേ അതോ അവറാണോ? അവരാണ്, പ്ലൂറലാണേ, അവരാണ്. They learn to play guitar. ബാക്കി ആരൊന്ന് ടെക്സ്റ്റ് ചെയ്യാതെ?
ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇത്രയും പഠിച്ചല്ലോ നിങ്ങള്, ഒന്ന് പറഞ്ഞു പഠിക്കും. തെറ്റാണ്, കുറെ പേരൊക്കെ തെറ്റാണ് പറയുന്നത്. പറഞ്ഞു പഠിക്കും ആദ്യം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ആരുടെ കൂടെ യൂസ് ചെയ്യണം, റൂൾസ് എന്തൊക്കെയാണ് പറയൂ. പേര് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്തേ പറയൂ. മനസ്സിലായത് ക്ലാസ്സിൽ പറഞ്ഞേ പറ്റൂ. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തില്ല, ഞാൻ ഓരോരുത്തരെ വിളിക്കും, എല്ലാവരും ഞാൻ വിളിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആരും പഠിക്കാണ്ട് പോവണ്ട. പേര് ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങളായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാനായിട്ട് വിളിക്കും, എല്ലാവരും വിളിക്കും. ക്യാമറ ഓൺ ചെയ്ത് പറയാൻ വേണം കേട്ടോ, നോക്കി പറയണ്ട, മനസ്സിലായത് പറയണം. എല്ലാവരും നിർബന്ധമാണ്. ഓക്കെ, രമ്യ പറഞ്ഞോളൂ. രമ്യ, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യണേ. ക്യാമറ ഓൺ ചെയ്ത് എന്നോട് പറയാം. ഓക്കെ, പ്രസന്റ് ടെൻസിൽ വരുന്ന ആദ്യത്തെ ഫോമാണ് സിമ്പിൾ പ്രസന്റ്. അതില് 4 ഫാക്ട്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീൻ, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ ഫാക്ട്, പിന്നെ ടൈം ടേബിൾസ് ഓർ ഷെഡ്യൂൾസിൽ വരുന്നുണ്ട്. അപ്പം ഇതില് മെയിൻ ആയിട്ട് പറയുന്ന നമ്മുടെ ശീലങ്ങൾ, നമ്മള് സാധാരണയായിട്ട് ചെയ്യാറുള്ള ശീലങ്ങളാവുമ്പോഴും അല്ലെങ്കിൽ എന്താണ് സ്ഥിരത ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതായത് എന്തുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഷോപ്പ് തുറക്കുകയാണെങ്കിൽ അതെന്തായാലും തുറക്കും എന്നുള്ള ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഡെയിലി നടക്കുന്നത് പോലെ പറയുന്നതിനെയാണ് സിമ്പിൾ പ്രസന്റ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അതില് മെയിൻ ആയിട്ടും സിംഗുലർ സബ്ജക്ട്സ് ഉണ്ട്, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സും ഉണ്ട്. സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പിന്നെ പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഐ, യു, വി, ദേ. ഇതിനോടൊപ്പം അതായത് സിംഗുലർ സബ്ജക്ട് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്ട് യൂസ് ചെയ്യുമ്പോൾ പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ രമ്യ, ക്ലിയർ. നീ ആരാ പറയുന്നത്? ഹസ്ന. രമ്യ, അവർ പറയുന്നത് ഒന്ന് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും. ഹസ്ന പറഞ്ഞു. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അത് ഹാബിറ്റ്സ് ഓർ റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ ഓർ ഷെഡ്യൂൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരിക. അതിന്റെ ഫോമാറ്റ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ്. നമ്മള് പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഐ, യു, വി, ദേ ആണ്. സിംഗുലർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, എവറിബഡി ആണ്. പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബും സിംഗുലർ സബ്ജക്റ്റിന്റെ ഒപ്പം സിംഗുലർ കൺഫ്യൂഷൻ ആയി. സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബ് അല്ലേ വരുന്നത്? പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബും സിംഗുലർ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബും സിംഗുലർ വെർബും. ഹസ്ന, അത് പറഞ്ഞു പഠിക്കൂട്ടോ. ആ റൂള് കറക്റ്റ് പറഞ്ഞു പഠിക്കാം. 5 പ്രാവശ്യം പറഞ്ഞു പഠിക്കാം. ഓക്കെ മാം. ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൺഫ്യൂഷൻ ആയി. ഓക്കെ, അത് പഠിക്കൂ. പറഞ്ഞു പഠിച്ചാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കൂ കേട്ടോ. പറഞ്ഞു പഠിക്കുക. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. പറഞ്ഞു പഠിക്കൂ. പറഞ്ഞോളൂ ഹസ്ന, പറയൂ കേട്ടോ. സിംഗുലർ സബ്ജക്റ്റിനൊപ്പം പറയൂ. സിംഗുലർ വെർബ് അല്ലല്ല, പ്ലൂറൽ വെർബ്. പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ വെർബ്.
Okay, ma'am. പറയൂ, ഒരു 5 ടൈംസ് പറയൂ, പറഞ്ഞോളൂ. Singular subjectiനോടൊപ്പം singular verbും plural subjectiനോടൊപ്പം plural verbും. Singular subjectiനോടൊപ്പം singular verbും plural subjectiനോടൊപ്പം plural verbും. Singular subjectiനോടൊപ്പം singular verbും plural subjectiനോടൊപ്പം plural verbും. Yeah. Okay, okay, Hasna, clear. നന്നായിട്ട് പഠിക്കും. Okay. നെക്സ്റ്റ് ആരും ടെക്സ്റ്റ് ചെയ്തില്ല പേര്? മിസ് ഞാൻ പറയട്ടെ, പറയൂ ഗോപിക. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പറയുന്നത്. അപ്പോ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെയിലി ഹാബിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ജനറൽ ട്രൂത്ത് പറയാൻ, അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റഡ് ആക്ഷൻസ്, അങ്ങനെ ഈ ഫാക്ട്സ്, ഇതൊക്കെ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്, അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ് V1, അതാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പോ ഈ നമ്മൾ പറഞ്ഞല്ലോ ഡെയിലി ഹാബിറ്റ്സ് എന്ന്, അത് എക്സാമ്പിൾ ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ, അവൾ എന്നും സ്കൂളിൽ പോകുന്നു. അപ്പൊ ഷീ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഷീ എന്താണ് ഇവിടെ? സബ്ജക്റ്റ് ആണ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ് അല്ലെ. അപ്പോ ഗോസ് എന്ന് പറയുന്നത് വെർബാണ്. ഗോസ് വെർബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തെറ്റ് പറ്റുന്നത് വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് വരുന്നത് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് വന്നാൽ അത് സിംഗുലർ വെർബാണ്. നമ്മൾ വിചാരിക്കും എസ് ഓർ ഇ എസ് വന്നത് കൊണ്ട് പ്ലൂറൽ ആവുമെന്ന്. ഒരിക്കലുമില്ല. വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് വന്നാൽ എന്താണ്? അത് സിംഗുലർ വെർബാണ്. അപ്പൊ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സിംഗുലർ വെർബായ ഗോസ് ഉപയോഗിക്കും. ഓക്കെ ആണോ? അപ്പൊ ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ, അതൊരു ഡെയിലി ഹാബിറ്റ്സ് ആണ് അല്ലെ, നമ്മൾ ഡെയിലി പറയുന്ന ഒരു ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറൽ ട്രൂത്ത് ആണ്. നമ്മൾക്ക് സൂര്യൻ എപ്പോഴും കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. അതൊരു ജനറൽ, അതായത് ഒരു സത്യമാണ് അല്ലെ. എന്താണ്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അവിടെ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാത്ത ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്, സത്യമാണ്. എപ്പോഴും സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് വെള്ളം തിളയ്ക്കുന്നതെന്ന് പറയാം അല്ലേ. നമ്മളുടെ വെള്ളം എപ്പോഴാണ്? 100 ഡിഗ്രി സെൽഷ്യസിലേ തിളയ്ക്കത്തുള്ളൂ. അതില് 99 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കൂലല്ലോ. അപ്പൊ അതൊരു ജനറൽ ആയിട്ടുള്ള ട്രൂത്ത് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് വെള്ളം വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള ട്രൂത്തിന്റെ അടുത്തും നമുക്ക് എന്ത് പറയാം? ഈ സിമ്പിൾ പ്രസന്റ് പറയാം. നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആക്ഷൻ ഉപയോഗിക്കാം ഇല്ലേ. റിപ്പീറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നാളെയും ചിലപ്പോൾ ചെയ്യും. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു പത്രം വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ നാളെയും ഞാൻ അത് ആ സമയത്ത് തന്നെ അത് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഷീ അല്ലെങ്കിൽ ഹി, അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി ഓർ ഷീ വരുന്നത് സിംഗുലർ ആണ്. വായിക്കുക എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് റീഡ്സ് എന്ന് പറയും. അപ്പോ ഹി റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി. അവളോ അവനോ എല്ലാ ദിവസവും എന്താണ്? ന്യൂസ് പേപ്പർ വായിക്കും അല്ലെ. അത് ഞാൻ എന്താണ്? റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ്. നമ്മളിപ്പോ നമ്മളുടെ കുട്ടികളെ ഞായറാഴ്ച കളിക്കാൻ വിടും അല്ലെ. അത് നമ്മൾ എല്ലാ ഞായറാഴ്ച അവർക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ പോകണം, പഠിക്കണം, ഞായറാഴ്ച മാത്രം നീ പുറത്തു പോയി കളിച്ചോളൂ. അപ്പൊ വൈകുന്നേരം ആയിരിക്കും. അപ്പൊ നമ്മൾ പറയാണ് വി പ്ലേ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ആയാലും അവര് സൺഡേയിൽ കളിക്കാൻ പോകും. അവിടെ എന്ത് പറയാം? അതൊരു റിപ്പീറ്റഡ് ആക്ഷൻ ആണ്, നമ്മൾ കളിക്കാൻ വിടുന്നത്. അപ്പൊ അവിടെയും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ്. എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കണം. സബ്ജക്ട് പ്ലസ് V1 ആണ്, ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞ പെർമനന്റ് സിറ്റുവേഷൻ പറഞ്ഞു. ഞാനിപ്പോ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, അവിടെ നിന്ന് അത് പെർമനന്റ് ആണ്. ഇപ്പം ഷീ ലീവ്സ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ അവൾ കേരളത്തിലാണ് താമസിക്കുന്നത് അല്ലേ. അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഷീ വർക്ക്സ് അല്ലെ. ഷീ വർക്ക്സ് ഇന്നെ ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിന്റെ പേര് അവർ പെർമനന്റ് ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ഹി വർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണ് ഹി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എസ് ഓർ ഇ എസ് വരുന്ന വെർബാണ് സിംഗുലർ. അവിടെയാണ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കണം, എസ് ഓർ ഇ എസ് വെർബിന്റെ കൂടെ വന്നാൽ അത് സിംഗുലർ വെർബാണ്. ഓക്കെ ആണോ? ഇപ്പൊ ഷീ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. ലീവ്സ് എന്താണ്? LIVES. അപ്പോ അത് സിംഗുലർ വെർബാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് അതിന്റെ സബ്ജക്റ്റും വെർബും എങ്ങനെയാണ് പോകുന്നത് നോക്കാം. I, you, we, they. I, you, we, they. വിയും ദേയും നമുക്കറിയാം അതൊരു എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നറിയാം അല്ലേ? വിയും ദേയും നിങ്ങൾക്കറിയാം പ്ലൂറൽ സബ്ജക്റ്റ്. അതുപോലെ തന്നെയാണ് ഐയും യുവും വരുന്നതും പ്ലൂറലിലും വരുന്നതാണ്. അപ്പൊ I, you, we, they. നമ്മൾ വിചാരിക്കും ഐ എന്ന് പറയുന്ന ഞാനെന്നല്ലേ, അതെന്താണ് പ്ലൂറലിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് രണ്ടിടത്തും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രണ്ട് സബ്ജക്റ്റ് ആണ് ഐയും യുവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. വിയും ദേയും നമുക്കറിയാം അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എന്താണ് വരേണ്ടത്? വെർബ് പ്ലൂറൽ വെർബാണ്. പ്ലൂറൽ വെർബിന്റെ കൂടെ എന്ത് കാണില്ല? എസ് ഓർ ഇ എസ് കാണില്ല. അപ്പോ I play, you play, we play, they play. മനസ്സിലായോ? ഫസ്റ്റ് ഫോമിന്റെ ആ വെർബിന്റെ ആദ്യത്തെ ഫോമേ വരൂ. അതാണ് നമ്മുടെ പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. ഇനി എസ് ഓർ ഇ എസ് വരുവാണെങ്കിൽ അത് സിംഗുലർ വെർബാവും. അത് എന്തിന്റെ കൂടെ ആയിരിക്കും വരുന്നത്? എസ് ഓർ ഇ എസ് ഹി, ഇറ്റ്. ഓക്കെ, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ എന്താണ്? അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗുലർ വെർബ് ആയിരിക്കും പ്ലേസ്, PLAYS. എസ് നിങ്ങൾ ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. എസ് ഓർ ഇ എസ് വരുന്നത് എപ്പോഴും എന്താണ്? സിംഗുലർ വെർബാണ്. എസ് ഓർ ഇ എസ് സിംഗുലർ വെർബാണ്. ഓക്കെ, പക്ഷെ നൗണിന്റെ കൂടെയാണ് എസ് ഓർ ഇ എസ് വരുന്നത് പ്ലൂറൽ ആവുന്നത്. ബോൾസ് പറയത്തില്ലേ? പന്തുകൾ, ബോൾ, BALLS. അതെന്താണ്? അത് പ്ലൂറൽ ആണ്. നമ്മളിവിടെ വെർബിന്റെ കാര്യമാണ് പറയുന്നത്. വെർബ് നമുക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു മിസ്. കുറെ V1, V2, V3 നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് വെർബ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ വെർബ് എന്ന് പറയുന്നത്. പ്ലേസ്, ഡ്രിങ്ക്, വാക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന്റെ കൂടെ എസ് ഓർ ഇ എസ് വന്നാൽ അത് എപ്പോഴും എന്തായിരിക്കും? അത് സിംഗുലർ വെർബായിരിക്കും. മനസ്സിലാക്കി വെച്ചിരുന്നോണം. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇത്രയും കിട്ടിയോ? ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോഴും ഈ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. എസ് ഓർ ഇ എസ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എസ് ഒ ഇ എസ് വന്നാൽ പ്ലൂറൽ ആണെന്ന്. അത് നൗണിന്റെ കേസ് വരുമ്പോൾ അങ്ങനെയാണ്. അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. സെറ്റാണോ? ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, ഗോപിക നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഗോപികക്ക് എന്ത് തോന്നുന്നു പറഞ്ഞപ്പോ? ക്ലിയർ ആയിട്ടുണ്ടാവും. എനിക്കും ക്ലിയർ ആയി. അവർക്ക് എനിക്ക് തോന്നി ഇങ്ങനെ അവർ പറഞ്ഞപ്പോ ഹസ്ന പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് ഈ എസ് ഓർ ഇ എസ് വന്നപ്പോഴാണ് ഡൗട്ട് വന്നതെന്ന് തോന്നി. അതാണ് ഞാൻ മിസ്സിന്റെ അടുത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അവർക്ക് അതായിരിക്കും ചിലപ്പോ ഡൗട്ടായിട്ട് വന്നത്. V1 എന്ന് പറയുമ്പോൾ ഓ എനിക്ക് SOES വന്ന കാരണം അത് പ്ലൂറലാന്ന് ഞാൻ വിചാരിച്ചു. അതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞു തന്നത്. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് ഗോപികൾക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാകും ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയി മാം. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ഞാൻ പ്രസന്റ് ചെയ്യാൻ പറയും. ഇത്തവണ ഞാൻ പറഞ്ഞില്ല. നമ്മൾ അതിക്ക് മുന്നേ നമ്മൾ സ്ട്രക്ചറിലേക്കും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും പോയി. പക്ഷെ അത് മിസ്റ്റേക്ക് ആയിരുന്നു. ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പ്രസന്റ് ചെയ്യിക്കണം, പറയിപ്പിക്കണം. പറഞ്ഞാലാണ് നിങ്ങൾ ഉറക്കെ പറയുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി രജിസ്റ്റർ ചെയ്യുക. എന്താണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അനുമോളാണ്. റെഡി ആയി നിൽക്കുകയാണ്. അനുമോൾ പറയൂ. മിസ്സേ, ഞാൻ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. റെക്കോർഡർ ക്ലാസ് വേണ്ടില്ല. എന്റെ ഒരു പൊതു ധാരണയിൽ നിന്നും പറയുന്നതാണ്. ഗോപി ചേച്ചി പറഞ്ഞപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയി. എന്നാലും എനിക്ക് മനസ്സിലായ കാര്യം പറയാവേ. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായി നടക്കുന്നതും നമ്മൾ പതിവായി ചെയ്യുന്നതും പിന്നെ പൊതുവായ സത്യം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ
പറയുന്നതിന് വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് നമ്മൾ സാധാരണയായി എപ്പോഴും ചെയ്യുന്ന കാര്യം. നമ്മൾ ഡയറി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് സാധാരണ സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഡയറി എഴുതില്ല ഇംഗ്ലീഷില്, അതെല്ലാം സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. അല്ല, സിമ്പിൾ പാസ്റ്റിലാണ് അത്, സോറി കേട്ടോ. അപ്പൊ സാധാരണയായിട്ട് പതിവായി നടക്കുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ്. V1 ഫോം എന്ന് പറഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം ആയിട്ട് വരും. അപ്പം സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ് സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും വരുന്നുണ്ട്. അത് നമ്മളെപ്പോഴും നോട്ട് ചെയ്യണം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു. പ്ലൂറൽ എന്ന് പറയുന്നത് ഒന്നിലധികം വ്യക്തികളെയോ അല്ലെങ്കിൽ ഒന്നിലധികം വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബ് എങ്ങനെയായിരിക്കണം? എസ് ഓർ ഇ എസ് ചേർത്തിരിക്കണം. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ തീർച്ചയായിട്ടും കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കേണ്ടത് എസ് ഓർ ഇ എസ് ഫോം ആണ്. സിംഗുലർ വെർബ് ആയിരിക്കണം. എസ് ഓർ ഇ എസ് വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർത്ത് വേണം നമ്മൾ ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാൻ. പിന്നെ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വി, യു, ദേ ഇത്രയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. നമ്മൾ ഒരു സെന്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റ് ആദ്യമേ വരുന്ന പാർട്ടാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം ഐ, വി, യു, ദേ എന്നീ സബ്ജക്റ്റുകളാണെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ വെർബിന്റെ ബേസ് ഫോം തന്നെയായിരിക്കും പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഈറ്റ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഐ ഈറ്റ് ഫുഡ്, അതിൽ ഐ എന്ന് പറയുന്നത് ഐ, യു, ദേ, വി. ഐ, യു, ദേ, വി എന്നാണ് പ്ലൂറൽ സബ്ജക്റ്റ്. അതിൽ ഐ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഐ ഈറ്റ് ഫുഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും വെർബിന്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് തന്നെയാണ്. അപ്പോൾ ഐ ഈറ്റ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഐ ഈറ്റ് ഫുഡ്. പിന്നെ അവൻ പാട്ട് പാടുന്നു, അവൻ ഒരു പാട്ട് പാടുന്നു. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ വെർബിന്റെ എസ് ഓർ ഇ എസ് ചേർത്ത് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഹി സിങ്സ് എ സോങ്. ഹി സിങ്സ് എ സോങ്. ഹി സിങ് എ സോങ് അല്ല, ഹി സിങ്സ് എ സോങ്. ഹി വന്നിരിക്കുന്നത് കൊണ്ട് ഹി സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ചേർത്ത് വേണം ഉപയോഗിക്കാൻ. ഹി സിങ്സ് എ സോങ്. പിന്നെ ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ വെർബ് തന്നെ ഉപയോഗിക്കണം, അതായത് ബേസ് ഫോം. ദേ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഐ പ്ലേ ക്രിക്കറ്റ്. അവിടെ എസ് ഓർ ഇ എസ് ചേർക്കണ്ട. ഐ, വി, യു, ദേ എന്നിവയാണ് പ്ലൂറൽ സബ്ജക്റ്റ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബ് ആയിരിക്കണം. അവിടെ എസ് ഓർ ഇ എസ് ചേർക്കേണ്ട കാര്യമില്ല. ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. ഐ, വി, യു, ദേ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ സബ്ജക്റ്റിന്റെ, അതാണ് സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായോ? താങ്ക് യു മിസ്. ഓക്കെ അനുമോൻ, അപ്പോ റെക്കോ ക്ലാസ് കാണേണ്ടി വരില്ല, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഷിത. Good afternoon, Miss. Good afternoon, all. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ഹാബിറ്റ്, റൂട്ടീൻ, പെർമനന്റ് സിറ്റുവേഷൻ, ഫാക്ട് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ ഓർ ഷെഡ്യൂൾ. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് S+V1 ആണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്,
V1 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്. അതിൽ തന്നെ നമുക്ക് സിംഗുലാർ സബ്ജക്റ്റ് ഉണ്ടാവും, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ടാവും. സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും. സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതൊക്കെ നമുക്ക് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ. അതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലാർ വെർബ് എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് എന്ന് ചേർക്കുമ്പോൾ അത് സിംഗുലാർ വെർബ്. പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ എസ് ഓർ ഇ എസ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ഹാബിറ്റോ റൂട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരേ കാര്യങ്ങളാണ്. ഇപ്പൊ ഐ കുക്ക് എവറി ഡേ, ഞാൻ ഡെയിലി കുക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ അതിൽ യൂസ് ഐ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മവിടെ കുക്ക് എന്ന് ഉപയോഗിച്ചത്. കാരണം കുക്ക് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ വെർബാണ്. കാരണം അവിടെ എസ് യൂസ് ചെയ്യണില്ല. അപ്പൊ ഐ കുക്ക് എവറി ഡേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റും ആണ്, പ്ലൂറൽ വെർബും ആണ്. പിന്നെ നമ്മൾ പറയണേ ഷീ ഗോസ് ജിം എവറി ഡേ, അവൾ എന്നും ജിമ്മിന് പോകുന്നു. അപ്പോ ഷീ എന്ന് പറയുന്നത് അവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഗോസ് എന്ന് യൂസ് ചെയ്തത്. കാരണം ഗോ എന്ന് പറയുന്നതിലൂടെ ഇ എസ് ചേർത്ത്. അപ്പോഴാണ് അവിടെ എന്താ ചെയ്യണത്? സിംഗുലാർ വെർബ് ആവുന്നത്. അപ്പൊ ഷീ ഗോസ് ജിം എവറി ഡേ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പെർമനന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഫാക്ട് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാല് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതുപോലെ തന്നെ ദ സൺ സെറ്റ്സ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ സൺ യൂണിവേഴ്സൽ ട്രൂത്ത്, ദ സൺ സെറ്റ്സ്, അത് അവിടെ എസ് ചേർക്കുന്നുണ്ട് നമ്മൾ, ഇൻ ദ ഈസ്റ്റ്. അവിടെ സൺ എന്ന് പറയുന്നത് സിംഗുലാർ വെർബ് ആയതുകൊണ്ട് നമുക്ക് സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സിംഗുലാർ വെർബ് യൂസ് ചെയ്തു. അതാണ് സെറ്റ്സ് എന്ന് യൂസ് ചെയ്തത്. പിന്നെ ഐ ഡ്രിങ്ക് കോഫി എവറി ഡേ, അത് ഞാൻ എന്നും കോഫി കുടിക്കുന്നു. അപ്പൊ ഐ എന്ന് യൂസ് ചെയ്തപ്പോ അവിടെ ഡ്രിങ്ക് എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. അതല്ല ഹി ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹി ഡ്രിങ്ക്സ് കോഫി എവറി ഡേ, അപ്പൊ നമ്മൾ എസ് ചേർക്കേണ്ടതായിട്ട് വരും. പിന്നെ ഷീ ലീവ്സ് ഇൻ ലണ്ടൻ എന്നുവെച്ചാൽ അവൾ ലണ്ടനിൽ ജീവിക്കുന്നു. അത് അപ്പൊ ഷീ വന്ന കാരണം നമ്മുടെ വെർബിന്റെ കൂടെ ഇ എസ് ചേർത്തു, അത് എസ് ചേർത്തു, ലീവ്സ് അങ്ങനെ വന്നു. പിന്നെ നമ്മൾ ഒരു ഷെഡ്യൂൾഡ് ടൈം ഒക്കെ പറയണം. ഇപ്പൊ ദ മൂവി ബിഗിൻ അറ്റ് 7 AM എന്ന് വിചാരിക്കുക. അപ്പൊ ദ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 AM അപ്പോ നമുക്കതൊരു ഷെഡ്യൂൾ ആയിട്ടുള്ള വെച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണത്. പിന്നെ അതുപോലെ തന്നെ ദ ട്രെയിൻ ലീവ്സ് അറ്റ് 8 AM എന്ന് വെച്ചാൽ ട്രെയിൻ വരുന്നത് 8 AM അപ്പൊ അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഷെഡ്യൂൾഡ് ഈവൻസ് എന്ന് പറയുന്നത്. പിന്നെ നൗണിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. കാരണം ബോയ് എന്ന് പറയുമ്പോൾ സിംഗുലാർ നൗൺ ആണ്, ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി. അപ്പൊ അതുപോലെ തന്നെയാണ് വരുന്നത്. ബോൾ, ബോൾസ്. ബോൾ എന്ന് പറയുമ്പോൾ സിംഗുലാർ ആണ്, ബോൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആവും. മെയിൻ ആയിട്ട് നോക്കേണ്ടത് സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലാർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായിണ്ടാന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? താങ്ക് യു മിസ്. ഓക്കെ ഷിത, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ആരാ? ജയശ്രീ പറയൂ. ഓക്കെ മിസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മള് ഹാബിറ്റ്സ് ഓർ റൊട്ടീൻ, അതായത് ഞാൻ എഴുതി വെച്ചതാണ് മിസ്, മനസ്സിലായത്. നിത്യമായി നടക്കുന്ന കാര്യങ്ങൾ, പതിവായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സത്യം പറയുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സിംഗിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഐ, യു, വി, ദേ പ്ലസ് വെർബ്, ഹി, ഷീ, ഇറ്റ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ചേർക്കുന്നതിൽ സിംഗുലർ സബ്ജക്റ്റിനൊപ്പം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം പ്ലൂറൽ വെർബുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ ഈ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കളിക്കുന്നു, പ്ലേ. അപ്പൊ അത് എന്താണ്, സിംഗുലർ ആണ്. ദേ ലേൺ ഗിറ്റാർ, അവൻ ഗിറ്റാർ വായിക്കുന്നു. ഹി പ്ലേസ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പൊ ഇതിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് S+B1 ആണ്. ഹാബിറ്റ്സ് ഓർ റൊട്ടീൻ. ഞാൻ ദിവസവും സ്കൂളിൽ പോകുന്നു.
അല്ലെങ്കിൽ അവൻ രാവിലെ നടക്കുന്നു. ഇങ്ങനെയുള്ള നമ്മൾ ഹാബിറ്റ്സ് ഡെയിലി ചെയ്യുന്ന ഓരോ ഹാബിറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. സ്ഥിരമായ അവസ്ഥകൾ, അതായത് ഞാൻ ഇന്ത്യയിൽ താമസിക്കുന്നു, അവൻ ഒരു അധ്യാപകനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായ അവസ്ഥകൾ. പിന്നെ ഗോ പ്ലൂരൽ ആണ്, അതേപോലെ തന്നെ അത് ഗോസ് ആയാൽ GOES ആയ സിംഗുലർ. റൺ പ്ലൂരൽ ആണ്, റൺസ് സിംഗുലർ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ES ചേർക്കുന്നത് നമ്മൾ പ്ലൂരൽ ആയിട്ട് പറയും. സിംഗുലർ ആണ് നമ്മൾ റണ്ണ്, ഗോ, പ്ലേ, കം ഒക്കെ നമ്മൾ പ്ലൂരൽ ആയിട്ട് പറയുന്നതാണ്. ES ചേർത്ത് കഴിഞ്ഞാൽ സിംഗുലർ. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഹാബിറ്റ്സ് ഓർ റൊട്ടീൻ, അതായത് ശീലങ്ങൾ, പ്രവർത്തനങ്ങൾ. പെർമനന്റ് സിറ്റുവേഷൻ, സ്ഥിരമായി നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പെർമനന്റ്, അതായത് സത്യമായിട്ടുള്ള ഓരോ നടക്കുന്ന കാര്യങ്ങൾ. യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങൾ, ടൈം ടേബിൾ, ഇതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത്. ഹി സിങ്സ് എ സോങ്, അവനൊരു പാട്ട് പാടുന്നു. അപ്പം നമ്മൾ ഇപ്പൊ എന്താണ് ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഷീ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഷീ ഇറ്റ് എവരിബഡി, ഇതൊക്കെ സിംഗുലർ ആണ്. അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നത് ഷീ സിങ്സ് എ സോങ്, അവൻ ഒരു പാട്ട് പാടുന്നു. അപ്പോൾ നമ്മളായിട്ട് പറയുവാണെങ്കിൽ എസ് വേണ്ട, ഐ സിങ്. പിന്നെ ദിവസേന ചെയ്യുന്ന പ്രവൃത്തികൾ, പതിവ്, ഇതൊക്കെയാണ് എഴുതി വെച്ചത്. ഓക്കെ ജയശ്രീ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? Yes, miss. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ Yes, ആർക്കെങ്കിലും? ma'am. ഇല്ല മിസ്, മനസ്സിലാവുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, ma'am. ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കൂ. സിംഗുലർ സബ്ജക്റ്റ് കൂടെ സിംഗുലർ ഫോം, അതിനെ കൂടെ വേറൊന്നും യൂസ് ചെയ്യണ്ടേ. നിങ്ങൾ ആം, ഈസ് ഇതൊന്നും പറയണ്ട. ആമും ഈസും ഒക്കെ വേറെയാണ്, അതൊക്കെ ഓക്സിലറീസ് ആണ്. ഞാനിവിടെ ഓക്സിലറിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വെറും സബ്ജക്റ്റ് മാത്രം മതി, പിന്നെ ഒബ്ജക്റ്റ്. ഓക്കെ, ING ഫോം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, പറഞ്ഞിട്ടില്ലല്ലോ ഇത്. ഓക്കെ, പഠിച്ചത് മാത്രം നന്നായിട്ട് ഒന്നും കൂടെ പഠിക്കുക. മലയാള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ പഠിച്ചത് വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. വേറെ പുറത്തുനിന്നൊന്നും ആഡ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് പുറത്തുനിന്നൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഞാൻ നാല് പോയിന്റ്സ് പറഞ്ഞു. ഈ 4 പോയിന്റ്സ് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ആസ് എ ബിഗിനേഴ്സ് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി എന്ന രീതിയിലാണ് ഞാൻ 4 പോയിന്റ്സോട് പറഞ്ഞത്. അല്ലാതെ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് നോർമലി ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, പഠിക്കുക. ഓക്കെ, ഞാൻ ബിഗിനർ എന്ന നിലയിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ബാക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ്. എല്ലാ ടെൻസും പഠിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നും. ഓക്കെ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെർച്ച് ചെയ്യും, അതാണ് എനിക്ക് വിശ്വാസം. ഓക്കെ, അപ്പോ ഒരു സെന്റൻസ് കൂടി ഞാൻ പറയട്ടെ. ജസ്റ്റ് ഒന്ന് കറക്റ്റ്ലി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. എല്ലാവരും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പഠിച്ചത് മാത്രം, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, സിമ്പിൾ ആണ്, ദേഷ്യമൊന്നുമില്ല. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു. പറയൂ. My father goes gym every day. My father goes to gym every day. My father goes to gym every day. My father goes to gym every day. Goes to gym. Okay, correct ആണ്. My father goes to gym every day. Preposition ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, പ്രപ്പോസിഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, ടെൻസ് പഠിക്കുമ്പോൾ ആവശ്യമുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ടെൻസും കൂടെ പ്രപ്പോസിഷനും കൂടെ പഠിക്കുക, കൂടെ തന്നെ പഠിക്കുക. ഈ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ,
അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇപ്പൊ പഠിച്ചതും പഠിക്കുക, പ്രപ്പോസിഷൻ ചുമ്മാ ഒന്ന് റിവൈൻഡ് ചെയ്തോണ്ട് വരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. റൈറ്റ് ചെയ്യാം നമുക്ക്. സൈൻ ഔട്ട് ചെയ്യാനാണേ. ഓക്കെ, Thank you, ma'am, for the wonderful session. Today's main topic was simple present. We got the chance to express what we have learned today, and I hope all of us understood the topic well. Once again, thanking you and signing out by Rimi. Thank you, Okay. Miss. Thank you, Ramya. Thank you. Thank you, ma'am.